ഹലോ, നമ്മളിവിടെ ഈ ഒരു വീഡിയോനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ പൈത്തൺ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2 ചോദ്യങ്ങൾ. ഇവിടെ മലയാളം മീഡിയത്തിൻ്റെ ചോദ്യമുണ്ട്, ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇത് രണ്ടും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട് അല്ലേ, പൈത്തൺ പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ ഔട്ട്പുട്ട് 1 തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് 2 തന്നിട്ടുണ്ട്. ചോദ്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്യുക. ഓക്കെ, ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് 1 ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഔട്ട്പുട്ട് 1നെ ഔട്ട്പുട്ട് 2 പോലെയാക്കി മാറ്റണം. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം, റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇനി ഔട്ട്പുട്ട് 2 പോലെ മാറ്റുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം ആദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ പൈത്തണുമായി ബന്ധപ്പെട്ട് ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് IDLE എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. IDLE എന്ന് പറയുന്നത് ഒരു IDE ആണ്. അതെന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോകളിലൂടെ പഠിക്കാം. നമുക്കിപ്പം ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോവേണ്ടത് IDLE ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ IDLE ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷനിൽ നിന്നും പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നു. പ്രോഗ്രാമിങ്ങിൽ IDLE എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ IDLE ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, IDLE ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വിൻഡോ ആണ് കാണാൻ പറ്റുക. എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യും. പക്ഷേ ഇവിടെയല്ല നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്ക് ഇത്തരത്തിലുള്ളൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം IDLE ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഫയലിൽ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഒരു ഫ്രഷ് വിൻഡോ. ഇവിടെ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ, ഒരു ഫ്രഷ് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള വിൻഡോ ആണ്. ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണോ പറഞ്ഞിട്ടുള്ളത് ഇത് അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, ഇത് അതേപോലെ ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കൊടുത്തിട്ടുള്ള മുഴുവൻ പ്രോഗ്രാമും അതേപോലെ വേണം ഇവിടെ ടൈപ്പ് ചെയ്യാൻ. അവിടെ ഒരു വ്യത്യാസവും വരരുത്. അപ്പോൾ അതേപോലെ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള മുഴുവൻ പ്രോഗ്രാമും അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അതേപോലെ കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, പലരും വിചാരിക്കും ഇത് എളുപ്പമാണ്, അപ്പോൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി കൊടുക്കാം എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അത് നടക്കില്ല. നിങ്ങൾക്ക് ചിലപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് ഒരിക്കലും ഇത് കോപ്പി പേസ്റ്റ് ചെയ്യൽ നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് ആ പണിക്ക് നിൽക്കരുത്, അത് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കോഡ് ഇതേപോലെ ടൈപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ഫയൽ ഒന്ന് സേവ് ചെയ്യണം. അപ്പോൾ ഫയൽ എവിടെ സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഹോമിലെ exam10 എന്ന് പറയുന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _question നമ്പർ ആയിട്ട് സേവ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫയലിൽ സേവ് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഫയലിൽ സേവ് കൊടുക്കുക. അപ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ഹോം ഫോൾഡറിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ exam10 കാണാം. കണ്ടില്ലേ, ഈ exam10 ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു exam10 എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫയൽ നെയിം കൊടുക്കുക. ഫയൽ നെയിം കൊടുക്കാൻ പറ്റുള്ളത് ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. ഞാനൊരു രജിസ്റ്റർ നമ്പർ ഇതേപോലെ കൊടുത്തു. എന്നിട്ട് അണ്ടർസ്കോർ കൊടുക്കുക. അണ്ടർസ്കോർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം അണ്ടർസ്കോറിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കീ പ്രസ് ചെയ്യുന്നു, അണ്ടർസ്കോർ കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3, ഇനി 4ാമത്തെ ചോദ്യമാണെങ്കിൽ 4 എന്ന് കൊടുക്കുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മൾ ഈ ഒരു ഫയൽ അതിൽ സേവ് ചെയ്തു, നമ്മുടെ ഫോൾഡറിനകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് 1 കാണണ്ടേ. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് റൺ ചെയ്യണം. ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് റണ്ണിലേക്ക് പോവുക. റണ്ണിൽ റൺ മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ നമ്മുടെ ആ നല്ല രസമുള്ള ആ ഒരു ചിത്രം വന്നു. അപ്പോൾ ഒന്ന് എടുത്ത് നോക്കുക, നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് 1ൽ പറഞ്ഞത് തന്നെയാണോ വന്നത്? അതെ, ശരിയാണ് അല്ലേ. നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്തു, റൺ ചെയ്തു, അതുകൊണ്ട് കൃത്യമായിട്ട് വന്നു. ഇനിയാണ് അടുത്ത പണിയിലേക്ക് നമ്മൾ കിടക്കുന്നത്. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളോട് ഇതിന് ഈ ഔട്ട്പുട്ട് 1നെ ഔട്ട്പുട്ട് 2 പോലെ മാറ്റണം. ഇവിടെ നിറത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, നമ്മുടെ പ്രോഗ്രാമിലെ കളർ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അവിടെ നോക്കി, ഇത് പിങ്ക് കളറാണ്, പക്ഷേ ഔട്ട്പുട്ട് 2ൽ ഓറഞ്ചാണുള്ളത്. ഇത് വയലറ്റ് ആണ്, വയലറ്റിനെ യെല്ലോ ആണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ചേഞ്ച് മാത്രം നമ്മൾ വരുത്തിയാൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ പിങ്ക് എന്ന് പറയുന്ന കളറിനെ നമുക്ക് ഓറഞ്ച് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എടുക്കുന്നു. പ്രോഗ്രാമിൽ എവിടെയാണ് പിങ്ക് ഉള്ളത്, കണ്ടില്ലേ, ഈ പിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ പിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്ത് ബാക്ക് കൊടുക്കുക. എന്നിട്ട് ഓറഞ്ച് എന്ന് ടൈപ്പ് ചെയ്യാം. ORANGE, ഓറഞ്ച് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ മാറ്റം ഇവിടെ വരുത്തി. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു വയലറ്റ് എന്ന് പറയുന്ന കളർ യെല്ലോ ആയി മാറിയിട്ടുണ്ടല്ലേ ഇവിടെ എത്തുമ്പോൾ. അതുകൊണ്ട് പ്രോഗ്രാം എടുക്കുന്നു. പ്രോഗ്രാമിൽ എവിടെയാണ് വയലറ്റ് ഉള്ളത്, ഇവിടെയാണ് വയലറ്റ് ഉള്ളത്. അവിടെ ബാക്ക് കൊടുക്കുക. എന്നിട്ട് യെല്ലോ എന്നാക്കി മാറ്റുക.
ഇത്രയല്ലേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. വേറെ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വേറെ മാറ്റങ്ങളൊന്നുമില്ല. യെല്ലോ ആക്കി ഓറഞ്ച് ആക്കി ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് റണ്ണിൽ ഒന്നുകൂടി ഇത് റൺ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് 2 ആണോ വന്നിട്ടുള്ളതെന്ന് അറിയണ്ടേ. അപ്പോൾ റൺ മൊഡ്യൂൾ കൊടുക്കുക. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. അപ്പോൾ കണ്ടോ, നിങ്ങളോട് ഇത് സേവ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് ഒന്നുകൂടി അതിന് മുകളിൽ സേവ് ചെയ്യട്ടെ എന്നാണ്. ഇവിടെ ഓക്കെ കൊടുക്കുന്നതോടുകൂടി നേരത്തെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് അവിടെ സേവ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് കൃത്യമായിട്ട് ഇവിടെ വരും. കണ്ടില്ലേ, ഇതാ നമ്മുടെ ചോദ്യം നോക്കൂ. ചോദ്യവും നമ്മുടെ ഔട്ട്പുട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതാ ഈ ചോദ്യത്തിൽ ഔട്ട്പുട്ട് 2 എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് എന്താണുള്ളത് അതേപോലെ നമുക്ക് കിട്ടി. ഇത്രയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രവർത്തനം, ഈ ഒരു പ്രാക്ടിക്കൽ ചോദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കാം. വ്യത്യാസങ്ങളൊന്നുമില്ല. മലയാളം മീഡിയം കുട്ടികൾക്ക് ഇനി ഇവിടെ ഇംഗ്ലീഷ് കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മലയാളം മീഡിയത്തിൻ്റെ ഒരു ചോദ്യം തന്നത്. ഇത് അതേപോലെ ടൈപ്പ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ നേരത്തെ ചോദ്യം മനസ്സിലായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഇത് പെട്ടെന്ന് കത്തും. എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ നോക്കിയാലോ. ഈ പ്രോഗ്രാം മുഴുവൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് 1 കിട്ടും. അതിനെ ഔട്ട്പുട്ട് 2-ലുള്ളതുപോലെ മാറ്റണം. ഒന്ന് ഓർത്ത് നോക്കി, ഔട്ട്പുട്ട് 1-ൽ ഇതാ ഇവിടെയുള്ള പിങ്ക് കളർ മാറിയിട്ട് ഇവിടെ ഓറഞ്ചായി അല്ലേ. അതേപോലെ ഇതിനകത്ത് കൊടുത്തുള്ള പർപ്പിൾ എന്ന് പറയുന്ന കളർ മാറിയിട്ട് ബ്ലാക്ക് ആയി. അതല്ലേ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എന്താ ചെയ്യേണ്ടത്, ആ സ്റ്റെപ്പ് മറന്നു പോകരുത്. നമ്മുടെ ഐഡിയലി ഓപ്പൺ ചെയ്യണം. ഐഡിയലി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷനിൽ പ്രോഗ്രാമിങ്ങിൽ വരുന്നു, അത് മാറരുത് കേട്ടോ. ആപ്ലിക്കേഷനിൽ പ്രോഗ്രാമിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഐഡിയലി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐഡിയലി ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വിൻഡോ കിട്ടും. ഇവിടെയല്ല നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, ഫയലിൽ ന്യൂ കൊടുക്കണം. ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുന്നു. അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള വിൻഡോ കിട്ടും. ഇവിടെ വേണം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം മുഴുവൻ ടൈപ്പ് ചെയ്യാൻ. ഓക്കെ, ഈ പ്രോഗ്രാം അതേപോലെ നോക്കി ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫയലിനെ സേവ് ചെയ്യണം. ഫയലിനെ സേവ് ചെയ്യാൻ ഇതാ മലയാളം മീഡിയത്തിലെ ചോദ്യം ഇവിടെ ഉണ്ട്. ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഹോം ഫോൾഡറിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി കഴിഞ്ഞാൽ എക്സാം 10 എവിടെയുണ്ട്, ഇതാ ഇവിടെയുണ്ട്. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ആയി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഫയൽ നെയിം കൊടുക്കാം. ഫയൽ നെയിം രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. എന്നിട്ട് _ കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങളോട് ഇത് എത്രാമത്തെ ചോദ്യമാണ്, 3ാമത്തെ ചോദ്യമാണെങ്കിൽ 3 എന്ന് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫയൽ അവിടെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് വേണം, റണ്ണ് ചെയ്ത് നോക്കണം. ഔട്ട്പുട്ട് 1 ആണോ കിട്ടുകയെന്ന് അറിയണ്ടേ. അതുകൊണ്ട് റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. അത് കൊടുക്കുന്നതോടുകൂടി നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ചോദ്യം എടുത്ത് നോക്കാം. ചോദ്യത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഔട്ട്പുട്ട് 1 കറക്റ്റാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഔട്ട്പുട്ട് 2 ആക്കി മാറ്റണം. എന്തേ വ്യത്യാസമുള്ളൂ, നടുവിലുള്ള ഈ ഒരു പർപ്പിൾ, ഇവിടെയൊക്കെ ഈ ഒരു പർപ്പിൾ മാറിയിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട്. അതേപോലെ ഈ ബോർഡറിൽ കൊടുത്തിട്ടുള്ള പിങ്ക് മാറിയിട്ട് ഓറഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, പിങ്ക് എന്ന് എവിടെയാണോ പ്രോഗ്രാമിലുള്ളത് അവിടെ ഓറഞ്ച് കൊടുക്കണം. പർപ്പിൾ എന്ന് എവിടെയാണോ പ്രോഗ്രാമിലുള്ളത് അവിടെ ബ്ലാക്ക് കൊടുക്കണം. അപ്പോൾ പ്രോഗ്രാം എടുത്ത് നോക്കാം. അപ്പോൾ പിങ്ക് എന്ന് പറയുന്ന സ്ഥലം ബാക്ക് കൊടുക്കുന്നു. ORANGE ഓറഞ്ച് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം പർപ്പിൾ ഉള്ള സ്ഥലത്ത് ഇവിടെ ബ്ലാക്ക് ആണല്ലേ കാണാൻ പറ്റുന്നത്. അപ്പോൾ പർപ്പിൾ എന്ന് പറയുന്ന ഭാഗത്ത് മാറ്റിയിട്ട് ബ്ലാക്ക് എന്ന് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഇവിടെ സേവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ഫയലിൽ സേവ് കൊടുക്കണമെന്നില്ല. ഇവിടെ നമ്മളോട് റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുമ്പോൾ തന്നെ അത് അവിടെ തന്നെ സേവ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് 2 ഇവിടെ കാണാം. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ ഔട്ട്പുട്ട് 2 എന്താണോ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അതേപോലെ നമുക്ക് കിട്ടി. വളരെ എളുപ്പത്തിൽ വേഗത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ചോദ്യം കഴിഞ്ഞു. നമ്മൾ കംപ്ലീറ്റ് ആക്കി ഈ ഒരു ചോദ്യം. ഇനി നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം.